അയ്യങ്കാളി പുലയരുടെ ഉന്നമനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച കേരളീയ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. 1863 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ജനിച്ചത്. ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനമുൾക്കൊണ്ടാണ് പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിന്റെ പുലയവണ്ടി ദക്ഷിണ തിരുവിതാംകൂറിൽ പല ഭാഗത്തും സഞ്ചരിച്ചതോടെ പുലയരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിക്കപ്പെട്ടു. 1907 അയ്യങ്കാളി സ്ഥാപിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. ഗോപാലദാസൻ, കുറുമ്പൻ ദൈവതൻ, വെള്ളിക്കര ചോതി, വിശാഖൻ തേവൻ, തിരുവർപ്പാട് കുട്ടൻ എന്നിവരായിരുന്നു സാധുജന പരിപാലന സംഘത്തിന്റെ പ്രധാന നേതാക്കൾ. എല്ലാ താഴ്ന്ന ജാതിക്കാർക്കും പൊതുവഴികളിലൂടെ യാത്രാ സൗകര്യം അനുവദിക്കുക, സ്കൂളുകളിൽ പ്രവേശനാനുമതി നൽകുക എന്നിവയായിരുന്നു സംഘത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അയിത്ത വിഭാഗക്കാരുടെ നേതാവാണെന്ന നിലയിലുള്ള ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളെ മാനിച്ച് അദ്ദേഹത്തെ 1911 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. 1912 മുതൽ 1928 വരെ അദ്ദേഹം സഭാംഗമായി പ്രവർത്തിച്ചു. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കാർഷിക സമരം നടന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലായിരുന്നു. സംഘടിത കാർഷിക സമരം, വിദ്യയിലൂടെ ഔന്നത്യം നേടുക എന്നതായിരുന്നു അയ്യങ്കാളിയുടെ പ്രധാന മുദ്രാവാക്യം. അയ്യങ്കാളിയുടെ ആഹ്വാനത്തെ തുടർന്നാണ് പുലയ സ്ത്രീകൾ കല്ലുമാല ധരിക്കുന്നത് ഉപേക്ഷിച്ചത്. 1888 മാർച്ച് മാസത്തിലായിരുന്നു അയ്യങ്കാളിയുടെ വിവാഹം. ചെല്ലമ്മയായിരുന്നു ജീവിതസഖി. അയ്യങ്കാളിയുടെ പ്രവർത്തന ഫലമായാണ് തിരുവിതാംകൂറിന്റെ പല ഭാഗങ്ങളിലും ദളിതർക്ക് താമസിച്ച് പഠിക്കുവാനുള്ള ഹോസ്റ്റലുകൾ സ്ഥാപിക്കപ്പെട്ടത്. ഇക്കാലത്ത് തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെട്ട ഹോസ്റ്റലിലാണ് മുൻ രാഷ്ട്രപതി KR നാരായണൻ താമസിച്ച് പഠിച്ചത്. 1914 ദളിത് വിഭാഗത്തിലെ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം ലഭിച്ചത്. 1937 ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി വെങ്ങാനൂരിൽ നൽകിയ സ്വീകരണത്തിൽ വെച്ചാണ് അയ്യങ്കാളിയെ പുലയരാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 1941 ജൂൺ 18 തന്റെ 77ാമത്തെ വയസ്സിൽ അയ്യങ്കാളി അന്തരിച്ചു. 2002 സെപ്റ്റംബർ 12 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് അയ്യങ്കാളി സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കി. 2010 കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. 1980 തിരുവനന്തപുരത്തെ കവടിയാർ സ്ക്വയറിൽ അയ്യങ്കാളിയുടെ പ്രതിമ അനാവരണം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ്.